അച്ചു സാരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഏട്ടൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ അച്ചാച്ചൻ്റെ കൃഷി കണ്ടപ്പം അച്ചൂട്ടിനൊരു കൗതുകം തോന്നി, എന്നെ വിളിച്ച് കൊണ്ടുവരലാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പച്ചക്കറി നട്ടിട്ടുണ്ട് ഇപ്രാവശ്യം. അപ്പോൾ നമ്മളെ തെങ്ങിൻ്റെ തോപ്പിലില്ലേ, തെങ്ങിൻ്റെ തൊട്ട് താഴെ മണ്ണൊക്കെ കളിച്ചിട്ടിട്ട് കുറേ ചീര വിത്ത് പാകിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അച്ചൂട്ടിനെ എന്നെ കാണിച്ചു തരലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചു കൊണ്ടുവന്നു, ഇതെങ്ങനെയാണ് നട്ടതെന്നൊക്കെ ഒന്ന് എന്നെ പരിചയപ്പെടുത്തി തരുമോയെന്ന്. എനിക്ക് മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും ഇതൊക്കെ അറിയാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ വിളിച്ചു കൊണ്ടുവന്നു കേട്ടോ. സാധാരണയായി പച്ചക്കറികൾക്ക് വേണ്ടി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് കഴിയാറ്. അന്യ സംസ്ഥാനമായ തമിഴ്നാട്, കർണാടക മുതലായ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് നമ്മൾ പച്ചക്കറിയെ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇന്ന് അവസ്ഥയിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളെ കേരള സംസ്ഥാന ഗവൺമെൻറ് തന്നെ കൃഷിഭവൻ മുഖാന്തരവും ആഗ്രോ സെൻറ്റർ മുഖേനയുമായി പച്ചക്കറി കൃഷി വിത്തുകളും ചെടികളും വിതരണം ചെയ്തിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ജൈവവളത്തിൽ ഉപയോഗിക്കുന്ന പച്ചക്കറി കൃഷികൾ സാധാരണയായി ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് കേരളീയർ. മറ്റ് വിഷാംശം കലർന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറികളും വിഷാംശം കലർന്നതും വിഷം കുത്തിവെച്ചതുമായ പച്ചക്കറികളാണ് നമുക്ക് കേരളത്തിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. അതിനാൽ ഒരുപാട് ആൾക്കാർക്ക് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പടരുകയാണ്. അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്വന്തമായി കൃഷി ചെയ്ത് ശീലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഞാൻ കുറച്ച് അഗ്രോ ബാഗുകൾ വാങ്ങി, കൃഷിഭവനിൽ നിന്ന് അഗ്രോ ബാഗുകൾ വാങ്ങി അതിനകത്ത് മണ്ണ് വളവും നിറച്ച് ജൈവ ഗ്രോ ബാഗിൽ വളങ്ങളും മണ്ണും ഇട്ട് മിശ്രിതം ചെയ്ത് കൃഷി രീതിയാണ് ഞാൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ കൃഷി ഇതിന് രാസവളങ്ങൾ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. ഇതിനെ ഉപയോഗിച്ചത് സാധാരണ നമ്മുടെ ചാണകവളവും മണ്ണും മിക്സ് ഇട്ടിട്ടാണ് ആദ്യമായി കൃഷി ചെയ്തത്. പിന്നെ ഇപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ അതിൽ നിന്ന് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ചാണകവും അതിൻ്റെ കൂടെ കടലപ്പിണ്ണാക്കും ഇട്ട് മിക്സ് ചെയ്ത് ഒരാഴ്ച വെച്ച് അത് പുളിച്ച് വരും. ആ സമയത്ത് അതിൽ മിക്സ് ചെയ്ത് നിറയെ വെള്ളമൊഴിച്ച് അത് കുറേശ്ശെ നേർപ്പിച്ചിട്ട് ഓരോ ചെടികളിലും ഒഴിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഞാൻ ആവിഷ്കരിച്ചിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ ആ കൃഷി ശരിയായ രീതിയിൽ നമുക്ക് രാസവളങ്ങളല്ലാതെ കീടനാശിനികൾ ഒന്നും ഉപയോഗിക്കാതെ തന്നെ പ്രതിരോധന ശേഷി ഈ ചെടികൾക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വളർത്തിയിട്ടുള്ള ചെടികളാണ്. അതുകൊണ്ട് എല്ലാവരും ഇതേമാതിരി കൃഷി ചെയ്ത് നമ്മളെ കൃഷി വികസിപ്പിച്ച് പച്ചക്കറികൾ വികസിപ്പിച്ചെടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരോടും. ഞാൻ എൻ്റെ കൃഷിയെ ഇതാണ് എൻ്റെ കൃഷി. പച്ചക്കറി വഴുതിനിയാണ്, ഇത് ഫുൾഗോപി, പത്തഗോപി, അങ്ങനെ പച്ചമുളക്, ഇത് തേൻവരിക്ക പ്ലാവാണിത്. അങ്ങനെയുള്ള കൃഷികളാണ് ഞാൻ ഇപ്പോൾ ചെയ്തത്. തക്കാളി അങ്ങനെ മുഖാന്തരമുള്ള കൃഷികളാണ് ഞാൻ ചെയ്തു വരുന്നത്. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാതായിട്ട് ഒന്നുമില്ല അല്ലേ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളെ വീട്ടിൻ്റെ, അതായത് നമ്മളൊക്കെ ഒരുപാട് സ്ഥലം വേണമെന്നൊന്നുമില്ല. നമ്മൾ ആ ഉള്ള സ്ഥലത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട, നമുക്ക് കഴിക്കാൻ പറ്റുന്ന അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കടകളിൽ പോയിട്ട് വിഷമൊക്കെ അടിച്ചിട്ട് കൊണ്ടുവന്ന് ആ ഒരു എന്താ പറയുക, പച്ചക്കറി കഴിക്കുന്നതിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ തന്നെ അത്യാവശ്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പച്ചക്കറികൾ നമുക്ക് സുഖമായിട്ട് ഒരു ടെൻഷനും കൂടാണ്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഒരു പൂവ് വിരിഞ്ഞിട്ട് കണ്ടത്. ഇത് നിങ്ങൾക്കറിയാമോ എന്താണെന്ന്? ഇതാണ് ശതാവരി കിഴങ്ങ് കേട്ടോ. ശതാവരി കിഴങ്ങിൻ്റെ പൂവാണിത്. നല്ല മണമാണ് കേട്ടോ. അപ്പോൾ പൂത്ത മണം കണ്ടപ്പം അമ്മ പറഞ്ഞു ഇതൊന്ന് വീഡിയോ എടുത്ത് നോക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ശതാവരി കിഴങ്ങിൻ്റെ പൂവാണ് കേട്ടോ. ഇത് വല്ലപ്പോഴും ആണ് പൂക്കുന്നത്, കാരണം കാണൽ കുറവായിരിക്കും ഇങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ അച്ഛന് കൊമ്പ് കൊത്തി കളഞ്ഞത് കൊണ്ട് നിറയെ പൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൂത്തതാണ് ഞാൻ എടുത്തത്. നല്ല മണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ഉൾപ്പെടുത്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലെ അടുക്കളത്തോട്ടം എന്ന് പറയുന്നത് നമ്മൾക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മളെ കൊണ്ട് പറ്റില്ല, നമ്മളെ കൊണ്ട് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിന്നാൽ പിന്നെ ഒന്നും നടക്കില്ല. പക്ഷേ ഇത്രയും നോക്കിയാട്ടെ, അച്ഛനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. കൃഷിയൊക്കെ നമുക്ക് വിഷം വിമുക്തമായിട്ടുള്ള എന്താ പറയുക പച്ചക്കറികളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അച്ഛനൊക്കെ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. നമ്മളെ വീട്ടിൽ തന്നെ നമുക്കാവുന്ന തരത്തിൽ ഇതുപോലെ ഗ്രോ ബാഗുകളൊക്കെ കിട്ടലാണെങ്കിൽ
വീട്ടിലാണെങ്കിൽ ഇതുപോലുള്ളതിൻ്റെ അകത്ത് നമുക്ക് മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ട് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വിഷമില്ലാണ്ട് നമുക്ക് പച്ചക്കറി കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ എന്താ പറയുക, പച്ചക്കറികൾക്കൊക്കെ വില കൂടിയിരിക്കുന്ന സമയമാണ്. ഇതുപോലെ കൃഷിഭവനിൽ നിന്നൊക്കെ നമുക്കൊരുപാട് പച്ചക്കറി തൈയുടെ വിത്തുകളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് വാങ്ങിയിട്ട് നമ്മളെ വീട്ടിൽ ഒതുങ്ങുന്ന സ്ഥലത്ത് ഇതുപോലെ ഗ്രോ ബാഗുകളൊക്കെ വെക്കലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം ഒന്ന് ഒത്തു പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക ഇതുപോലൊരു മാതൃകയാവാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ അച്ഛനെ പോലെ നമ്മളെ വീട്ടിലേക്ക് നിറയെ ചെടികളൊക്കെ നടുന്നതിനേക്കാളും ചെടികളൊരു രസമാണ് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കുറച്ച് പച്ചക്കറികളൊക്കെ നടലാണെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുകയും ചെയ്യാം. അത്യാവശ്യം നമ്മൾ കഷ്ടപ്പെട്ടാലും അതിനെന്തെങ്കിലും കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയല്ലേ അല്ലേ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നല്ല വരിക്ക ചക്കയാണ് കേട്ടോ. ചുവന്ന ചക്കയുടെ പ്ലാവിൻ്റെ തൈയാണ് അത് കുരു മുളപ്പിക്കാൻ വെച്ചിട്ട് അത് നട്ട് കൊടുത്തതാണ്. ഇത് നമ്മളെ തക്കാളി തൈയാണ് കേട്ടോ. തക്കാളി തൈ എല്ലാവർക്കും അറിയാമല്ലോ, പരിചയമുള്ളതാണല്ലോ. അപ്പം ഇതെന്ന് വെച്ചാൽ അത്യാവശ്യം വേണ്ട ഇത് റംബൂട്ടാൻ്റെതാണ്. ഇത് നമ്മൾ അച്ഛൻ നട്ട എന്താ പറയുക റോബസ്റ്റ് കൊലയാണ് കേട്ടോ. ഇത് പഴുത്ത് വരാനാവുന്നതേ ഉള്ളൂ, മൂത്ത് വരാനാവുന്നതേ ഉള്ളൂ. നല്ല അടിപൊളി കൊലയാണ് കേട്ടോ. 1-2 കൊലയുണ്ട് ഇതുപോലെ. മുന്നിലത്തെ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അച്ഛൻ്റെ കൃഷി എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ അത്യാവശ്യം കുറച്ച് കൃഷികളൊക്കെ അച്ഛൻ നടത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ വിഷമില്ലാണ്ട് കഴിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ചുണ്ണാരൂട്ടൻ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. രാവിലെ തന്നെ തോക്കൊക്കെ എടുത്തിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇവൻ ഇങ്ങനെ വിശദീകരിച്ച് തരലാണ്, ഇത് അച്ചാച്ചൻ നട്ടതാണ്. അപ്പോൾ കുറച്ച് കക്കിരിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അടുക്കള വശമാണ്, ഇത് അടുക്കളത്തോട്ടാണ്. അടുക്കള ഇതുപോലെ മണ്ണൊക്കെ എടുത്തിട്ട് മാറ്റി വെച്ചിട്ട് ഇതിനകത്ത് കുറച്ച് പയറും കക്കിരിയും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല പച്ചമുളകൊക്കെ കുറച്ച് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ഗ്രോ ബാഗിൽ നട്ട പച്ചമുളകാണ് ഇത്. നല്ല ഉഷാറായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതിൻ്റെ അകത്ത് കുറച്ചൊക്കെ വിരിഞ്ഞ് വരുമ്പം കായ്ക്കളൊക്കെ ഉണ്ടായി വരുമ്പം നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. മനസ്സിന് തന്നെ ഒരു സന്തോഷമാണ്. ഇത് കരിമ്പാണ് കേട്ടോ. കരിമ്പ് ഉഷാറാവോ എന്നറിയില്ല, കൊണ്ട് നട്ടിട്ടുണ്ട്. അതിങ്ങനെ ഇതുപോലെ ഇലയൊക്കെ വന്നിരിപ്പുണ്ട്. ഇത് ഇവിടെയും നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കഷ്ണം ഇവിടെയും കരിമ്പ് നട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിമ്പാന്നൊക്കെ പറഞ്ഞു. വന്ന് കഴിഞ്ഞിട്ടാകുമ്പം നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് വരലാണെങ്കിൽ വീണ്ടും അതിൻ്റെ ഒരു വീഡിയോ എടുക്കും. ഇത് പയറാണ് കേട്ടോ. പയറിന് ഇതുപോലെ ഒരു കൊമ്പൊക്കെ ഇതുപോലെ ഒരു കൊള്ളിയൊക്കെ ഇതുപോലെ എടുത്തിട്ട് കുത്തി കൊടുക്കുകയാണെങ്കിൽ അതിന് പടർന്നിട്ട് വരാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം അച്ഛൻ വെച്ചാൽ കുറച്ച് നാളായിട്ട് ഇതുപോലെ കൃഷിയൊക്കെ നടത്തുന്നതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാ കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അച്ഛൻ നല്ല അടിപൊളിയായിട്ടെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് കായ്കളൊക്കെ ഉണ്ട്, അതായത് പച്ചക്കറികൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടിയും സന്തോഷമാകും. അപ്പം എല്ലാം ഉഷാറായി വരുന്നത്രേ. എല്ലാത്തിനകത്തും കായ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാൻ മറ്റൊരു വീഡിയോ എടുക്കും കേട്ടോ. അപ്പോൾ ആരും എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ ഇത്രയും സൗകര്യങ്ങളുള്ളൂ, നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആരും തളർന്നിട്ടിരിക്കാൻ വേണ്ടി പാടില്ല. എല്ലാവരും എന്ന് വെച്ചാൽ കുറച്ച് മുന്നിട്ടിറങ്ങുക. കുറച്ച് നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കണം എന്നുള്ള രീതിയിൽ കുറച്ച് എല്ലാവരും മുന്നിട്ടിറങ്ങുക. എന്നാലും നമുക്ക് ആവശ്യത്തിലുള്ള പച്ചക്കറി നമ്മളെ കുഞ്ഞു വീട്ടിൽ തന്നെ ചെറിയൊരു അടുക്കളത്തോട്ട് ഉണ്ടാക്കലാണെങ്കിൽ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. ഇത് നോക്കിയാട്ടെ, ഒരുപാട് കഷ്ടപ്പാടിനൊടുവിൽ കിട്ടിയ രണ്ടാമത്തെ കൊലയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തെ, ഞാൻ നേരത്തെ കാണിച്ചത് വേറെയാണ്, ഇത് രണ്ടാമത്തെ റോബസ്റ്റ് പഴമാണ്. എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയായിട്ടില്ലേ? കാണുമ്പോൾ തന്നെ നമ്മളെ മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നില്ലേ? അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമ്മളൊരു എന്താ പറയുക, ഇലകളുടെ രാജാവ്, ചായ സീമിയാണ് കേട്ടോ. ഇലകളുടെ രാജാവ് എന്നറിയപ്പെടും. ഇതെന്ന് വെച്ചാൽ ഒരു ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഉപ്പേരിയാക്കി കഴിച്ചിട്ടുണ്ടെങ്കിലും വറവാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ നമ്മളെ വീട്ടിൽ നടലാണെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള ശരീരം തന്നെ വാർത്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രമിക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.